നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പൈതണിലെ ഇൻഹെറിറ്റൻസിനെ. അതിനു മുമ്പ് ആദ്യം പൈതണിൻ്റെ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാം. ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസും ഫങ്ഷൻസും ഒരുമിച്ച് ഒരു എൻറ്റിറ്റി ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈതണിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കും. അതിനുശേഷം ക്ലാസിൻ്റെ പേര്. ഓക്കെ, ഇനി ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വേരിയബിൾ ഇനിഷ്യലൈസേഷൻസ് നടത്താം, ഫംഗ്ഷൻ ഇനിഷ്യലൈസേഷൻസും നടത്താം. അപ്പം നമ്മളിവിടെ സ്ക്രീനിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. അതിൻ്റെ ഉള്ളിൽ രണ്ട് ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇനീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും മൈ ഫങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഇനീറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഞാൻ 3 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെയാണ്, അതേ എന്നുള്ളതാണ് സെൽഫ്. പിന്നെ 2 വേരിയബിൾസ് നെയിമും ഏജും. എന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, സെൽഫ് ഡോട്ട് നെയിം എന്താക്കി കൊടുക്കുക, നമ്മുടെ എന്തെങ്കിലും പാസ് ചെയ്ത് വരുന്ന നെയിം ആക്കി കൊടുക്കുക. സെൽഫ് ഡോട്ട് ഏജ് ആക്കി കൊടുത്തു. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മൈ ഫങ്. അതിനകത്തോട്ടും പാസ് ചെയ്യുന്നത് ക്ലാസ് എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന അതേതിൻ്റെ തന്നെ ഒബ്ജക്റ്റ് തന്നെയാണ്. അതിനകത്ത് എന്താ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്, ഹലോ മൈ നെയിം ഈസ് എന്ന് കാണിച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന നെയിം പ്രിൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് പേഴ്സൺ എന്ന് പറയുന്ന ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തു, ജോണും 36ഉം. അപ്പം നമുക്ക് P1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തു. ക്ലാസ് തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് P1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത് P1 ഡോട്ട് മൈ ഫങ്. അപ്പം മൈ ഫങ് എന്ന് പറയുന്ന ഈ സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ അതെന്ത് പ്രിൻറ്റ് ചെയ്യും, സെൽഫ് ഡോട്ട് ഹലോ മൈ നെയിം ഈസ്. നമ്മൾ എന്താണ് പാസ് ചെയ്തത്, നെയിമായിട്ട് പാസ് ചെയ്തത് ജോൺ ആണ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ജോൺ അല്ലേ, ജോൺ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ക്രിയേറ്റിംഗ് എ ക്ലാസ് ആൻഡ് ഇൻവോക്കിംഗ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് പ്രിൻറ്റിംഗ് ദ സംതിങ് ദാറ്റ് യൂസിങ് ദാറ്റ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ അടുത്തത് ഇൻഹെറിറ്റൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ജീവിതത്തിലൊക്കെ പോലെ തന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്ന് ചൈൽഡിലോട്ട് ഡിറൈവ് ചെയ്തില്ലേ, അതേ കേപ്പബിലിറ്റി തന്നെയാണ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം പൈതണിൽ നമ്മൾ ഇൻഹെറിറ്റൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ക്ലാസ്സിലെ ഫങ്ഷൻസ് എല്ലാം എഴുതുന്നു. ഇനി വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ബേസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുവാണെങ്കിൽ ബ്രാക്കറ്റിൽ ആ പേരൻറ്റ് ക്ലാസ്സിൻ്റെ നെയിം ഇട്ടിട്ട് കോളൻ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് എഴുതുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ടീച്ചറിനകത്ത് 3 ഫംഗ്ഷനുകൾ എഴുതിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസേഷൻ ഫംഗ്ഷനാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാസ് ചെയ്യുന്ന നെയിമിന് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ നമ്മൾ 2 ഗെറ്റ് നെയിം എന്നും ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന 2 എന്താണ് ഫങ്ഷൻസ് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു. ഗെറ്റ് നെയിം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ നെയിം വാല്യൂ റിട്ടേൺ ചെയ്യും. ഈ സ്റ്റുഡൻറ്റ് എന്താ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ടീച്ചർ ആണെങ്കിൽ അത് സ്റ്റുഡൻ്റ് അല്ലല്ലോ, അതുകൊണ്ട് റിട്ടേൺ ഫോൾസ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്. ആ സ്റ്റുഡൻറ്റ് ടീച്ചറിൻ്റെ അതേ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് ഇവിടുത്തെ ബേസ് ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പ്രോപ്പർട്ടീസ് ഈ സ്റ്റുഡൻറ്റ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ഈ സ്റ്റുഡൻറ്റ്. അപ്പം 2ഇടത്തും ഈ സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്റ്റുഡൻറ്റിനകത്ത് ഈ സ്റ്റുഡൻറ്റ് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ടീച്ചറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ടീച്ചർ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തു, ലില്ലി എന്നാണ്. എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റാണ് STUD. എന്നിട്ട് ഞാൻ എഴുതി STUD ഡോട്ട് ഗെറ്റ് നെയിം എന്ന് പ്രിൻറ്റ് ചെയ്യിച്ചു. അപ്പം STUD ഡോട്ട് ഗെറ്റ് നെയിം എന്തോ റിട്ടേൺ ചെയ്യുന്നത്, ആ നെയിം, ദാറ്റ് ഈസ് നമുക്ക് അവിടെ ലില്ലി എന്ന് കാണിക്കും. സ്റ്റുഡ് ഡോട്ട് ഈ സ്റ്റുഡൻറ്റ് നോക്കുമ്പോൾ അവിടുത്തെ ഈ സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഫോൾസ് വാല്യൂ അല്ലേ, അപ്പോൾ ഫോൾസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഞാൻ വീണ്ടും സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ STUD ആണ്. അവിടെ ഞാൻ സ്റ്റുഡ് ഡോട്ട് ഗെറ്റ് നെയിം എന്ന് കോൾ ചെയ്യുമ്പോൾ ഇതിന് ഗെറ്റ് നെയിം ഇതിനകത്തില്ല എങ്കിൽ പോലും ഗെറ്റ് നെയിം കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും, ലക്കി എന്ന് പറയുന്ന പേര് റിട്ടേൺ ചെയ്യും. കാരണം പേരൻറ്റ് ക്ലാസ്സിൽ എന്തുണ്ട്, ഗെറ്റ് നെയിം ഫംഗ്ഷൻ ഉണ്ട്. ഇനി സ്റ്റുഡ് ഡോട്ട് ഈ സ്റ്റുഡൻ്റ് എന്ന് കോൾ ചെയ്യുമ്പം ഇവിടെയുള്ള ഈ സ്റ്റുഡൻ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലാതെ പേരൻറ്റ് ക്ലാസ്സിലെ അല്ല.
ഓക്കെ. അപ്പം സ്റ്റുഡൻറ്റിനുള്ള ഈ സ്റ്റുഡൻറ്റിൻ്റെ റിട്ടേൺ വാല്യൂ എന്താണ്? ട്രൂ ആണ്. അപ്പം ഏകദേശം ഇൻഹെറിറ്റൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ടീച്ചർ ആ ടീച്ചർ ക്ലാസ്സിനെ സ്റ്റുഡൻറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ടീച്ചറിനകത്തും ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, സ്റ്റുഡൻറ്റിനകത്തും ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. രണ്ടിൻ്റെയും റിട്ടേൺ വാല്യൂ ഡിഫറൻ്റ് ആണ്. അപ്പം കറസ്പോണ്ടിങ്ലി അവരവരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള മെത്തേഡായിരിക്കും നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അനിമൽ എന്ന് പറയുന്നൊരു ബേസ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് നള്ളാക്കി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു മെത്തേഡ് ഉണ്ട് അനിമലിനകത്ത് ഈറ്റ് എന്ന് പറയുന്നത്. അതെന്താ പ്രിന്റ് ചെയ്യുന്നത് വെച്ചാൽ ഐ ക്യാൻ ഈറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഐ ക്യാൻ ഈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യും. ഇനി ഈ ഡോഗിനകത്തോട്ട് ഡോഗ് ചൈൽഡ് ക്ലാസ് ആണ്. അതെന്ത് ചെയ്യുന്നു? പേരൻ്റായ അനിമലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിമിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, സെൽഫ് ഡോട്ട് നെയിം എന്താണോ പാസ് ചെയ്യുന്നത് അതിനെ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡോഗിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു വാല്യൂ ഇല്ല, ജസ്റ്റ് ഒരു ഡോഗിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതേ ഡോട്ട് ഇതിനകത്തൊരു ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ. അപ്പം കാരണം ഡോഗ് അനിമലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. ഈറ്റ് എന്ന് പറയുന്ന മെത്തേഡും ഇതിൻ്റെ ഭാഗമാണ്. ഡിസ്പ്ലേയും ഇതിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ അതിന് നെയിം എന്ന് പറയുന്നത് എന്ത് കൊടുത്തു? രോഹു എന്ന് പറയുന്ന വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ടിന് കൊടുത്തു. ഇനി ഞാൻ ഈറ്റ് എന്ന് പറയുന്ന കോൾ ചെയ്യുമ്പോൾ ഐ ക്യാൻ ഈറ്റ് എന്ന ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിസ്പ്ലേയും വർക്ക് ചെയ്യും. അതിനകത്ത് ഡിസ്പ്ലേ മാത്രമേ ഞാൻ എവിടെ എഴുതിയിട്ടുള്ളൂ? ഡോഗിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കി രണ്ടെണ്ണവും ഞാൻ എന്ത് ചെയ്തു? പേരൻറ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. സൂപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പേരൻറ്റ് ക്ലാസ്സിലുള്ള ഫംഗ്ഷൻസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് അത് വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ സൂപ്പറിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, പേരൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഉണ്ട്, ചൈൽഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഉണ്ട്. ചൈൽഡ് പേരൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിലും ഇനീറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ചൈൽഡിനകത്ത് എഴുതിയേക്കുന്ന ഇനീറ്റ് ഫംഗ്ഷൻ സൂപ്പർ ഡോട്ട് ഇനീറ്റ് എന്ന് വെച്ചാൽ പേരൻ്റ് ക്ലാസ്സിൻ്റെ ഇനീറ്റിനെ എന്ത് ചെയ്യുകയാണ്? ഇൻഹെറിറ്റ് ചെയ്ത് ഡയറക്റ്റായിട്ട് കോൾ ചെയ്തേക്കുവാണ്. പിന്നെ ഇതിനകത്ത് സെൽഫ് ഡോട്ട് ഏജും കൂടി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ചൈൽഡ് ജോൺ 18 എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാവോ? ജോൺ. അപ്പോൾ ഇവിടെ സെൽഫ് ഡോട്ട് നെയിം എന്നവിടെ നമ്മൾക്ക് എന്ത് കിട്ടും? ജോൺ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കാരണം സെൽഫ് ഡോട്ട് നെയിം അസൈൻമെൻറ്റ് ഈ സൂപ്പർ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇനിഷ്യലൈസേഷൻ നടക്കും. പിന്നെ സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും? 18 എന്നുള്ളത്. അപ്പോൾ ജോൺ 18 ചൈൽഡ് കൺസ്ട്രക്ടർ കോൾഡ് ആൻഡ് ജോൺ 18 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ടറാണ്. ഇനീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നെയിം ഇനിഷ്യലൈസേഷൻ നടക്കുന്നു. ഇവിടെ ഈ കൺസ്ട്രക്ടറിൽ എന്താ നടക്കുന്നത്? സൂപ്പർ വഴി ആ നെയിം ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നു. ഈ ക്ലാസ് തന്നെ സ്വന്തമായിട്ട് ഏജിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. സോ ഇത്രയുമാണ് പറയാനുള്ളത്. താങ്ക് യു.